ഹലോ ഹലോ ബ്രോക്കർ അന്നാമയല്ലേ? അതെ അന്നമാണ്. അതെ, നമ്മുടെ ലാസർ മുതലാളിയില്ലേ? ലാസർ മുതലാളി. ലാസർ മുതലാളിയുടെ മോൻ ക്ലീറ്റസിന് നല്ലൊരു പെണ്ണിനെ വേണം. ആ ഉണ്ടല്ലോ, നല്ല പെണ്ണുണ്ട്, നല്ല പെണ്ണുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ സ്റ്റാറ്റസിനും കൂടെ ചേർന്നതായിരിക്കണം. ഇതെന്താ വെങ്കല സിനിമയാ? ഒരാൾക്ക് രണ്ട് പെണ്ണ്, ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ഒരു പെണ്ണിനെ എങ്ങനെ കെട്ടിച്ചു കൊടുക്കാനാ? ഇത് എവിടുത്തെ ന്യായം, എവിടുത്തെ ന്യായം ഉള്ളത്? അതല്ല ഞാൻ പറഞ്ഞത്, പിന്നെ നമ്മുടെ കുടുംബത്തിലൊക്കെ പറ്റിയ ആളായിരിക്കണം. ഇതൊന്നും അറിയാൻ പാടില്ലാതാണോ നിങ്ങൾ ഈ പെണ്ണന്വേഷിക്കാൻ നടക്കണത്? ഒന്ന് വെച്ചിട്ട് പോ. സ്റ്റാറ്റസ് അറിയില്ലേന്ന് എനിക്കറിയാവേ. സ്റ്റാറ്റസ് എന്താന്ന്, കാര്യം എന്താന്ന് അറിയാവോ? ടേക്ക് ഓഫ് അല്ലേ, ഒന്ന് കളറാകാനായിട്ട് ഞാൻ അറിയാൻ പാടെന്ന് പറഞ്ഞ് അഭിനയിച്ച് കാണിച്ചത്. ഒരുപാട് കല്യാണം ഞാൻ നടത്തിയിട്ടുണ്ട്. അല്ലേ എനിക്കറിയാം എങ്ങനെയാണ് പോണത്. സുഖമല്ലേ ചെറുക്കന്? ഞാൻ നടത്തി കൊടുത്തതാണ് ശ്രുതിയുടെ കല്യാണം. അങ്ങനെ ഗംഭീരമാക്കി വിട്ട സംഭവം. ഇഷ്ടംപോലെ പേരുടെ കല്യാണങ്ങൾ നടത്തിയിട്ട് ഞാൻ കഴിച്ചാണോ? കല്യാണം കഴിച്ചാണോ? ഒരെണ്ണം കൂടി വേണമെങ്കിൽ നോക്കാം. കിടക്കുന്ന സംഭവമുണ്ട്. 500 പേരുടെ കല്യാണം നടത്തി. എന്റെ മകളുടെ കാര്യം വന്നപ്പോഴാ കയ്യിൽ നിന്ന് പോയത്. എന്താന്നാ അവക്ക് ഒരുത്തനടി ഇഷ്ടമാണെന്ന്. എന്ത് ചെയ്യാനാന്ന് നോക്കണം. എനിക്കാണെങ്കിൽ പ്രേമിക്കുന്ന പെണ്ണുങ്ങളെ കാണുന്ന കല്യാണ്. എന്തായാലും ഇന്നേ അവക്ക് ഇഷ്ടപ്പെട്ട ചെറുക്കൻ്റെ ടീമെല്ലാം ഇങ്ങോട്ട് വരണുണ്ട്. ചെറുക്കനും വരണുണ്ടെന്നാണ് പറയണത്. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ച് ഇവിടെ വെച്ചൊന്ന് ഉറപ്പിച്ച് വിട്ടേക്കാനെന്നുള്ള കാര്യം. എനിക്ക് വലിയ സംഭവമൊന്നും ഉണ്ടായിട്ടുള്ള കാര്യമൊന്നുമില്ല. പിന്നെ എൻ്റെ പേര് പോരുന്നല്ലോ, എൻ്റെ വർക്കതായി പോയല്ല. എൻ്റെ ദൈവമേ. ഹലോ. ഓ ഹലോ, പട്ടിയുണ്ടോ? ഉണ്ടെങ്കി കെട്ടിയതാണോ? കെട്ടി 10 പിള്ളേരായതാ. അതല്ലെന്ന്, പട്ടി ഉണ്ടെങ്കിൽ കടിക്കുമല്ലോ. പട്ടി പിന്നെ മൗത്ത് ഓർഗൻ വായിക്കാനായിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഇങ്ങനെ കേറി വന്നണ്ട. അല്ല പട്ടിയുണ്ടോ കടിക്കോ? ഇവൻ എന്ത് നല്ല കലിപ്പ്. അമ്മച്ചി ആരാ? മനസ്സിലായില്ലേ? ഇല്ല. പയ്യനാണ്. പറഞ്ഞ കേട്ട പയ്യനാണെന്ന്. മുതുക്കം വന്ന് നിക്കേ പയ്യനാണെന്ന്. അതല്ല എന്തിനാണ് നീ? അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഏഞ്ചലുമായിട്ട് 2 വർഷം പ്രേമിച്ച ജോൺസൺ ആൻഡ് ജോൺസൺ. ആ കൂടെ നീയായിരുന്ന എന്റെ ഏഞ്ചലിനെ സ്നേഹിച്ചത്. ആ, നിന്നെ ഒന്ന് കാണാതിരിക്കുക. നിങ്ങൾക്കറിയോ എന്റെ മോള് ഒരു ഫോൺ പോലും നോക്കാത്തതാ. ഇപ്പൊ അവള് ഇടക്കിടക്ക് ഓൺലൈനിൽ വന്ന് പോവുകയാണ്, അറിയാവാ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓൺലൈനിൽ വരാൻ കൊറിയർ സർവീസ് ഇല്ലേ നിങ്ങളുടെ മോള്? മോളൊരു കാര്യം എന്നോട് പറഞ്ഞായിരുന്നു. എന്തുവാ? ചെറുക്കനൊരു വിദൂഷകനാണെന്ന്. കോമഡികൾ മാത്രം പറയുന്ന അതെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രാജകൊട്ടാരത്തിലാണല്ലോ ഇത് അടിക്കുന്നത്. അതെ അതെ അതെ. നീ പോയിട്ടൊരു 3 മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാ. അന്നേരം മുഹൂർത്തം നോക്കിയിട്ടാണ്. അതല്ല, അന്നേരം അവക്ക് പറ്റിയ ഏതെങ്കിലും ഒരു ചെറുക്കനെ ഞാൻ കണ്ടുപിടിച്ച് അവളെ കെട്ടിച്ചു വിട്ടോളാം. എന്നാലും ഞാൻ നിനക്ക് തരില്ല. അയ്യോ, അത് പറഞ്ഞ പറ്റില്ല. എനിക്ക് ഏഞ്ചലിനെ വേണം. ഏഞ്ചലിന് വേണോ? പപ്പ വരട്ടെ. നിന്റെ പപ്പ എന്ത് ചെയ്യുന്നു? എന്റെ പപ്പ അറിഞ്ഞൂടെ? ഇല്ല. എന്റെ പപ്പയുടെ പേര് സ്റ്റീഫൻ കരുനാഗപ്പള്ളി. സ്റ്റീഫൻ കരുനാഗപ്പള്ളിയാ? നാട്ടില് ഭയങ്കര ഫേമസാ. പരീക്ഷണവും കേസുകെട്ട് കാര്യങ്ങളായിട്ടൊക്കെ നടക്കുക. എനിക്ക് വേണം ഏഞ്ചല്. 2 വർഷമാണ് അവള് ബാംഗ്ലൂർ വെച്ച് ഞാൻ പ്രേമിച്ചത്. നീ എവിടെ വെച്ച് പ്രേമിച്ചെന്ന് പറഞ്ഞാൽ എന്റെ കൊച്ചിനെ ഞാൻ നിനക്ക് കെട്ടിച്ചു തരില്ല. തരില്ല തരില്ല തർല തരില്ല. ഏഞ്ചലിനെ തർല തരില്ല തരില്ലെന്ന് പറഞ്ഞാൽ തരില്ല. സാരമില്ല. ഇത്രയും സുന്ദരി സുമുഖയായ ഒരു അമ്മായിയമ്മയുടെ മരുമകനാകാൻ എനിക്ക് ഭാഗ്യമില്ലെങ്കിൽ വിധിയെന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിച്ചോളാം. എന്താന്ന്? മോളെ കെട്ടിച്ചേരൂലെന്ന്. അല്ല, അത് കഴിഞ്ഞിട്ടൊരു സാധനം പറഞ്ഞായിരുന്നു. സുന്ദരിയും സുമുഖിയുമായ ഒരു അമ്മായിയമ്മയുടെ മരുമകനാകാൻ പറ്റാത്തവന് എനിക്ക് സങ്കടമുണ്ടെന്ന്. ഋതുമതിയായി തെളിമാനം, സുമവതിയായി നദിയോരം, ഹൃദയമയി നിന്നാണം അമ്മച്ചി കണിമലരാ. പോടാ, പോയി അവിടെ ഇരിക്കി. അപ്പൊ എന്നെ നിനക്ക് അവളെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിനക്ക് അവളെ കെട്ടിച്ച് തരൂ. വേണം കേട്ടോ. ഉറപ്പായിട്ട് കെട്ടിച്ചിരുന്നു. ഇവിടെ ഇരിക്കും. ഒരു കോമഡി കൂടി ഉണ്ട്, പറയട്ടെ. വേണ്ട വിദൂഷക, നീ ഒന്നും അടിക്കല്ലേ. അല്ല ഉണ്ട്. 3 വഴി ചേരുന്നിടത്താന്നല്ലോ മുക്ക്. അപ്പൊ 4 വഴി ചേരുന്നിടത്ത് നക്കെന്ന് പറയൂ. എന്റെ ദൈവമേ, മോൻ ഇവിടെ ഇരിക്കി. അമ്മച്ചി പോയി ചായ കൊണ്ടുവരാൻ കേട്ടാ. അപ്പൊ വരുമല്ലോ. അപ്പം വരും. അപ്പം പുറത്തൊക്കെ ഇറങ്ങി ഇടക്കണം. ഇപ്പൊ വരും. വരുമല്ലേ? വരും. അപ്പൊ ചായ എടുത്തോണ്ട് വരാം. മറ്റേ സംഭവം സുന്ദരി സുമുഖിയുമായ അമ്മായിയമ്മ. മനസ്സിനൊക്കെ അറിയില്ല, ശീലാമ്മയാന്നാ വിചാരം. അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് ഈ സമയത്ത് അവിടെ പോയി അപ്പോ അയ്യോ
എവിടെ പോയി കിടക്കുവായിരുന്നു? എന്റെ പൊന്നു ചേർക്കാൻ ഞാൻ ആ പറമ്പ് മൊത്തം കറങ്ങി മടുത്ത്. ഇച്ചിരി സ്ഥലം ഇത് എവിടെ കറങ്ങി മടുക്കാനാണ്? അതല്ലെന്ന് എന്റെ ഈ കോലൊക്കെ കണ്ടിട്ട് കളർ കോഴിക്കുഞ്ഞാന്നും പറഞ്ഞിട്ട് പരുന്ത് റാഞ്ചാൻ വേണ്ടി ഓടിച്ചേ. അവസാനം 15 കുഞ്ഞുങ്ങളുള്ള ഒരു കോഴിയമ്മ വന്ന് എന്നെ രക്ഷിച്ച്. പറയുന്ന കേട്ട മുതുകണ്ട കോഴിയമ്മ നാണമില്ലല്ലോ മനുഷ്യ. ഈ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാ. എന്തുവാ ഈ കല്യാണം നമുക്ക് വേണ്ട. ഇല്ലേ? എടാ മറ്റേ അംഗൻവാടിയുടെ അടുത്തുള്ള സുഗന്ധിയുടെ മോളാണെങ്കിൽ എന്ത് രസമായിരുന്നു. എനിക്കാണെങ്കിൽ പണ്ടേ പരിചയമുള്ളതേ. എനിക്കറിയാം, സുഗന്ധിയുടെ അമ്മയായിട്ട് ചെറിയ റൂട്ടുണ്ട്. സുഗന്ധി എന്ന് പറയുമ്പോ അങ്ങ് വടിഞ്ഞൊഴുകണം. ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ ചീത്ത പേരിന് നാട്ടിൽ എനിക്കൊരു പെണ്ണ് പോലും കിട്ടത്തില്ല. എന്റെ കളർ കോഴി അച്ഛാ, ഞാൻ നിങ്ങളെ അനാഥാലയത്തിൽ കൊണ്ടാക്കാത്ത എന്താണെന്നറിയാമോ? എനിക്കറിയാടാ, എന്നോട് സ്നേഹം കൊണ്ടല്ലേ. അല്ലല്ല, പിന്നെ? നിങ്ങളുടെ സാമ്പ്രദായക്കാരായ കുറെ ആൾക്കാരുണ്ട്, അവരെയും കൂടി നിങ്ങൾ തെറ്റിക്കും. ആ ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പനെ കൊണ്ടുപോയി കളയൂന്ന് ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. ടെൻഷനായി കഴിഞ്ഞാൽ ഇപ്പൊ അമ്പലത്തിലോ പള്ളിയിലോ പോകും. എന്തിനാന്ന് ചോദിച്ചാണ്. ഞാനിവിടെ പോയിട്ട് ഈ ആൾക്കാർ മുമ്പിൽ ഊരിയിട്ടേക്കണ ചെരുപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴച്ചു മറച്ച് താറുമാറാക്കിയിടും. എന്നിട്ട് ഏതെങ്കിലും പെട്ടിക്കടയുടെ അവിടെ പോയിട്ട് ഇങ്ങനെ വീക്ഷിക്കും. ഇവര് വന്ന് ഇത് തിരയുമ്പോ എന്റെ പൊന്നെ എന്നാ റിലാക്സേഷൻ അതറിയാമോ? ഞാനൊരു കാര്യം പറയാം. എന്നാ? ഇവിടുത്തെ അമ്മച്ചിയാണെങ്കിൽ ഓക്കെ അടിച്ചേട്ടോ. ഓക്കെ അടിച്ചാലും കൊള്ളാം, ഓക്കെ അടിച്ചാലും കൊള്ളാം. ഈ ബന്ധത്തിന് എനിക്ക് സമ്മതമല്ല. എനിക്ക് മനസ്സിലായി. മറ്റേ സുഗന്ധിയുടെ മോളെ കൊണ്ട് കടിക്കാനില്ല. അതില്ല, മിണ്ടാതെ അനങ്ങാതെ എവിടെ നിന്ന് മമ്മി വരുന്നുണ്ട്. മമ്മി വരും. മമ്മി വരുമോ? ആ. മമ്മി വരട്ടെ. കാണട്ടെ. ചായ കണ്ടേ, പപ്പയ്ക്ക് കൊടുക്ക. പപ്പയെ കണ്ടില്ലല്ലോ. ഇല്ല. പപ്പയ്ക്ക് കൊടു ആദ്യം. മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി നീ എൻ്റെ പ്രാണനിൽ അലിയൂ വേഗം. ലഡു അല്ല ചിക്കു. വിഷയമാണ്. ധാരാന്ന് പറഞ്ഞ സ്റ്റീഫൻ കരുനാഗപ്പള്ളി. ഏത്? ഇതാ ഊച്ചാണ്ടിയാ. ഉഞ്ചക്കണ്ടത്തി ചാണ്ടി. ഇതെന്റെ അപ്പനാണ്. നിന്റെ അപ്പൻ? ആ? നിന്റെ അപ്പനെ നിനക്കറിയാവോ? പിന്നെ എന്റെ അപ്പനെ എനിക്ക് അറിഞ്ഞൂടെ? എടാ, പഠിക്കണ കാലം തൊട്ട് നിന്റെ അപ്പനെ എനിക്കറിയാം. അറിയാമോ? ആ, ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നിന്റെ അപ്പൻ 2ാം ക്ലാസ്സിൽ ഇരുന്നിട്ട് നിന്റെ അപ്പൻ പെടല് തിരിച്ചെന്നെ നോക്കി വളച്ചതല്ലേ ഇങ്ങേരി. എന്നിട്ട് ഇട്ടേച്ച് പോയിരിക്കണം മഹാദ്രോഹി. നിക്കോളാ പ്രഭു, എന്തോ ഈ റൂട്ടിൽ നാനാക്കോ റോഡ് ചെല്ലിയോ? ഞാനോക്കാറല്ലേ, ചെറുതല്ലേ, എല്ലാ റൂട്ടിലും പൊക്കോളും. ചതിച്ചെന്ന് എന്തോ ചത്ത കാര്യമൊക്കെ പറഞ്ഞു. ചതിച്ചത് ഞാനല്ല മോനെ, നീ കേക്കണം. 25 വർഷം മുമ്പുള്ള ഒരു കഥയാ. അന്ന് ഇവക്കടെ കൂട്ടുകാരിക്ക് അവക്കടെ കാമുകൻ ചോര കൊണ്ട് ലവ് ലെറ്റർ എഴുതി കൊടുത്തു. ഇത് കണ്ടപ്പോ ഇവക്ക് ഭയങ്കര കൊതി. ഞാനും ചോര കൊണ്ട് ലവ് ലെറ്റർ എഴുതി കൊടുക്കാൻ ഞാൻ കൊടുത്തില്ല. കൊടുക്കണം. ഒരു ലെറ്റർ എഴുതാനുള്ള ചോര ഇതിനകത്തുണ്ടോ? ആദ്യത്തെ ഐ എഴുതിയപ്പോ തന്നെ 6 മാസം ഐസിയുലായി. പിന്നെ ഞാൻ എങ്ങനെ എഴുതി കൊടുക്കൂന്ന് പറ. ഇയാള് ചെയ്ത പരിപാടി എന്താന്ന് നിനക്കറിയോ? എന്നെ എഴുത്. ഞങ്ങള് തമ്മിൽ നല്ല പ്രേമമായിരുന്നു. ഞങ്ങൾ അങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് കൊറല ബുക്ക് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒളിച്ചോടാനുള്ള പ്ലാൻ മൊത്തം നടത്തി. ഞാനാണെങ്കിൽ ചെന്നപ്പോ ട്രെയിൻ വിട്ടും പോയി. എനിക്ക് ഓടി കേറാൻ പറ്റില്ല കൊറലേലി. ഇയാൾക്ക് കേറാൻ പറ്റുമോ? ഇയാളെ പൊക്കിയെടുത്തിട്ട് പോയപ്പോ റെയിൽവേ പോലീസ് ലാത്തി വെച്ചെറിഞ്ഞെന്നെ വീഴ്ത്തിയടാ. എന്ത് കാര്യത്തിന്? കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകണം. നിനക്ക് നിന്നെ പോലീസ് കൊണ്ടുപോയത് മാത്രമേ അറിയാവുള്ളൂ. എന്നെ പോലീസ് കൊണ്ടുപോയത് നീ അറിഞ്ഞാ? നിങ്ങൾ എന്തിനാ മനുഷ്യനെ പോലീസ് കൊണ്ടുപോയത്? ഒളിച്ചോടി പോവാൻ നേരത്ത് ഇഷ്ടം പോലെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ തന്നു. എന്നാ ആ സ്വർണം കൊണ്ടുപോയി പടയം വെച്ച് ഇവളെ ഇറക്കാൻ വേണ്ടിട്ട് പടയം വെക്കാൻ വേണ്ടി ചെന്നപ്പോ മുക്കുവണ്ടാന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കേറ്റിയടി. എന്നെ കേറ്റി. മനുഷ്യ, അത് ഞാൻ ആദ്യ രാത്രി പൊട്ടിക്കായിരുന്നു. എന്റെ സസ്പെൻസ് അല്ലേ, അവിടെ കൊണ്ടെടുത്തിട്ട് വീക്കണായിരുന്ന. അയ്യോ, ഈ കാരണം കൊണ്ട് എന്റെ കല്യാണം മുടങ്ങും തോന്നില്ല. കല്യാണമല്ല,
ഈ കല്യാണം എനിക്ക് സമ്മതമല്ല. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഈ കല്യാണം ഞാൻ സമ്മതിക്കില്ല. ഇനി എന്റെ മാളെ ഞാൻ വേണമെങ്കിൽ നിനക്ക് കെട്ടിച്ചു തരാം. ഈ സാധനത്തിന് എവിടെയെങ്കിലും കൊണ്ടേ കളഞ്ഞ ഈ വർണ്ണപ്പട കടലാസിലാ മനസ്സിലായി. ഈ കടലാസിനെ ഇവിടുന്ന് കൊണ്ടേ കളഞ്ഞേക്കണമെന്ന് കേട്ടോ. സ്വന്തം അച്ഛനെ കൊണ്ടുപോയി കളയണമെന്ന് ഈ ദുഷ്ട പറഞ്ഞു കേട്ടോ. അച്ഛാ, എന്തോ അച്ഛനമ്മമാരെ കൊണ്ട് കളയുന്ന ഒരുപാട് മക്കളുമാരുണ്ടാവും. ഉണ്ട്. ഞാൻ അങ്ങനെ ചെയ്യും തോന്നുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യും. എന്നെ നീ എന്ത് വൃത്തിയോടെ പറയണം? എന്ത് വൃത്തിയോടെ പറയണം? ഡ്രാമയാണെന്ന്. ഡ്രാമ? അടിച്ച് കേട്ടിക്കോ. അതൊരു കാര്യം ചെയ്യാം. ഇപ്പൊ അച്ഛാ നമുക്ക് വൈക്കത്തോട്ട് പോവാം. കണ്ടോ അച്ഛന്റെ മനസ്സ് വിഷമിപ്പിച്ചപ്പോ മോൻ അപ്പനെ കൊണ്ട് അമ്പലത്തിൽ പോയി ശാന്തി സമാധാനം തരാൻ കൊണ്ടുപോവാൻ. അതല്ല, അവിടെ നല്ല ആൾക്കൂട്ടം അങ്ങ് വിടാലോ. പോടാ ദുഷ്ട. അപ്പോഴേ കല്യാണക്കാര്യം ഞാൻ അച്ഛനെ ഉപേക്ഷിക്കാം. എനിക്ക് കെട്ടിച്ചേരുമല്ലോ ഏഞ്ചലിനെ കെട്ടിച്ചു തരാം. ആണെങ്കിൽ അല്ലെങ്കിൽ സത്യം പറയാലോ, മമ്മിയാണ് എന്റെ കണ്ണ് തുറപ്പിച്ചത്. ഞാൻ എന്തുവായാലും ഏഞ്ചലിന്റെ അടുത്ത് ഈ കാര്യം ഒന്ന് പറയാം. നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയാന്നുള്ള കാര്യം ഒന്ന് പറയണം. എന്ത് പറഞ്ഞാലും ശരി, ഞാൻ സമ്മതിക്കില്ല. പറയാം. ചെറുക്ക പോയോ നോക്കട്ടെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. പ്രേമം എന്ന് പറഞ്ഞ സംഭവം സത്യമാണെങ്കിൽ കാലം അവരെ എന്തായാലും ഒരുമിപ്പിക്കും. മനസ്സിലായില്ല. റൂട്ട് പിടിച്ചു വന്നോളൂ, നിനക്ക് മനസ്സിലാകും. നിന്നെ അന്ന് ജയിലിൽ കൊണ്ടുപോയി പറഞ്ഞില്ലേ? ഏത് ജയിലിലാണ് കൊണ്ടുപോയെ? എന്നെ കൊണ്ടുപോയത് പൂജപ്പുരയിലാ. ആ ജയിലിൽ ഞാനും ഉണ്ടായില്ല. എന്നിട്ട് എന്തിനാ മനുഷ്യ നിങ്ങൾ അപ്പൊ എന്റെ അടുത്തേക്ക് വരാതെ എന്താണ് നിങ്ങൾ വരാതെ എന്താണ്? ഞാൻ അങ്ങനെ വരും. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോ ജയിലിൽ ചാടിയില്ലേ? അത്ര വലിയ ജയിലിൽ നിങ്ങൾ ചാടിയെന്നാ? അത് സംഭവം അറിയാമോ? 2 ദിവസം കഴിഞ്ഞപ്പോ നമ്മുടെ ജയിലില് സ്വാതന്ത്ര്യ ദിനാഘോഷം. അവിടെ ഗവർണർക്ക് ഉപഹാരം കൊടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി തന്നെയാ. എന്നിട്ട് ഉപഹാരം എന്നാന്നറിയാമോ? 3 ഹൈഡ്രജൻ ബലൂൺ. ഈ 3 കൂട്ടി പിടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കണ്ണു തുറക്കുമ്പോ ഞാൻ കോഴിക്കോട് ബീച്ചില്. കോഴിക്കോട് കാപ്പാട് ബീച്ചില് വാസ്കോഡി ഗാമ കാല് കുത്തിയ സ്ഥലത്താണ് ഞാൻ മൂക്കും കുത്തിച്ചെന്ന് വീണത്. ഇത് ചരിത്രമല്ലേ? ഇതാണല്ലേ ചരിത്രം. എന്ത് ചെയ്യാനാണെന്ന് ഓർക്കണേ. ഈ ചെറുക്കനാണെങ്കിൽ ഈ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുകയും വേണം. സമാധാനപ്പെടുക, അല്ലാണ്ട് ഞാൻ നിന്നെ തേച്ച് പറ്റിച്ചേച്ച് പോയതല്ല. എനിക്ക് മനസ്സിലായി നിങ്ങൾ തേച്ച് പറ്റിച്ചിട്ട് പോയതല്ലെന്ന്. പോട്ടെ, എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചു പോയി. അടിപൊളിയാണല്ലോ. അതെ, അടിപൊളി, സൂപ്പർ. എങ്ങോട്ടാ കയറി പോണത്? എങ്ങോല്ല കാര്യങ്ങളൊക്കെ കളറാക്കാം. ഡ്രാം അട്പോൾ. എനിക്ക് വേണ്ട. നീ വേണ്ടെങ്കിൽ വേണ്ട. അച്ഛാ ഞാൻ ഒരു കാര്യം പറഞ്ഞേ. ഏഞ്ചലോട് ഞാൻ ചെറിയ തർക്കമായി. അച്ഛൻ എന്ത് പറ്റേ സുഗന്ധി ആരാണ്? അയ്യോ, സുഗന്ധി വേണ്ട. സുഗന്ധി വേണോന്ന് ഒറ്റക്കാലി ഇതുവരെ നിൽക്കുമല്ലോ. സുഗന്ധി മോളെ മതി. വേറൊന്നുമല്ല എടാ, ഈ ബന്ധുക്കൾ എന്ന് വെച്ചാൽ ഒരു ബല. ഇവിടെ എന്ന് വെച്ചാൽ എനിക്ക് നേരത്തെ മുതൽ അറിയാൻ ചെയ്യാം. അപ്പൊ ഞാൻ എന്താ പുള്ളിക്കാരിയായിട്ട് ചോദിച്ചു. പുള്ളിക്കാരിക്കും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. സംഭവം എന്നാ പറയാമോ? ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞ് മക്കള് 2 പേരെങ്കിലും കൂടി ഒരു 4 മാസം ഹണിമൂണിന് പോയാലും അപ്പൻ ഒറ്റയ്ക്കാണല്ലോ എന്നാ വിഷമം വേണ്ട. എനിക്കിവിടെ വന്നൊരു 4 മാസം നിക്കാനോ. റൂട്ട് അങ്ങനെ പോകുന്നു. എന്റെ ഹണിമൂൺ അല്ല ഇമ്പോർട്ടന്റ്. പുള്ളിക്ക് 4 മാസം ഇവിടെ നിക്കണം. ഇമ്പോർട്ടന്റ് കൊടുത്തേക്കണത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഡ്രാം ഇത് അട്പുൾ അല്ല. ഇതിടെ കൂടെ സൈഡ് വാരം കയറുവാണ്. അട്പുൾ ഞാൻ പറയൂല. അട്ടം പൊളിഞ്ഞ് കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് എന്തായാലും നമുക്ക് ഈ കല്യാണം തന്നെ നടത്താം. ഞാൻ ഇനിയൊരു സത്യം പറയട്ടെ. അപ്പൊ ഇതുവരെ കള്ളാണോ പറഞ്ഞിട്ടുണ്ട്? അതല്ലെന്ന്. ഏഞ്ചലിന് പപ്പ അമ്മയില്ല. പിന്നെ മുട്ട വെച്ച് വീഴ്ചാണോ ഇതിനെ? അതല്ലെന്ന്. പിന്നെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അയ്യോ, അവളെ ഞാനല്ലേ ഇത്രയും വളർത്തി വലുതാക്കി പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ എന്റെ കല്യാണക്കാര്യം വരെ മറന്നുപോയി. എന്താ എന്റെ കല്യാണക്കാര്യം വരെ മറന്നുപോയെന്ന്. അപ്പൊ ഏഞ്ചലിന്റെ ഇളയമ്മ കല്യാണം കഴിച്ചിട്ടില്ല. ഇത് ഏഞ്ചലിന്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. അതെ, ഇങ്ങോട്ട് വന്നേ. അപ്പ ഈ നിക്കണ ആരെന്നറിയാമോ? ഇത് ഏഞ്ചലിന്റെ ഇളയമ്മയാണെന്നാ അപ്പ എന്നെ വിളിച്ച. അപ്പാന്ന് ഇളയപ്പാന്ന് വിളിക്കണം. ഇളയപ്പാന്നോ? ഇത് ഏഞ്ചലിന്റെ ആരാ? ഇളയമ്മ. ഇളയമ്മയുടെ കെട്ടിയവനാരാ? ഇളയപ്പൻ. അപ്പൊ ഇന്ന് മുതൽ ഞാനാണ് നിന്റെ ഇളയപ്പൻ. പറഞ്ഞു കൊടുക്കടി. ഇതാണ് ഇളയപ്പൻ. അട്പോൾ.